ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പിക് പ്ലേ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. പുതിയ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇൻസൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഞാൻ ഈ കളിക്കുന്നത്. ഇത് റീൽസിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ടെങ്കിൽ പോലും അങ്ങനെ കളിച്ചു നോക്കാൻ സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. പലരും പല ആൾക്കാരും ഇതിൽ ഈ ഗെയിമിനെ കുറിച്ച് വീഡിയോസും ഇത് കളിച്ചൊക്കെ ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറയുന്നത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കി അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗെയിം പ്ലേ വീഡിയോ നമ്മൾ ഇട്ടേക്കാമെന്ന് കരുതി. ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങണമെന്നൊരു പ്ലാനിങ്ങിലൂടെ ആയിരുന്നു. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താ പറയുന്ന ഒന്ന് രണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ച് അതിൻ്റെ വീഡിയോസ് കിട്ടുക നോക്കാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും പല പല ഗെയിംസായിട്ട് നമ്മൾ ഇനിയും വരും. അപ്പം കൂടുതൽ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് ഗെയിമിലേക്ക് ഇറങ്ങാം. ഓക്കെ, അപ്പം ലിവനാണ് നമ്മുടെ ക്യാരക്ടർ. ഇത് പണ്ടൊരു ഗെയിം ഉണ്ടായിരുന്നു, ലിംബോ എന്ന് പറയുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. ഒരു PC മോഡൽ ഗെയിമായിരുന്നു അത്. അപ്പം നിങ്ങൾക്ക് വളരെ അറിയായിരിക്കും, അതിങ്ങനെ എന്താ പറയുക ഏകദേശം ഇതേ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇത്രയൊന്നും ഗ്രാഫിക്സ് ഇല്ല. ഇത് വലിയ ഗ്രാഫിക്സ് ഉള്ള ഗെയിം അല്ല എങ്കിൽ പോലും ഇതിൻ്റെ അത്രയും പോലും ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഗെയിം ആയിരുന്നത്. എന്താ ആ ഒരു മതിലൊക്കെ ഇതിൽ റീൽസിലൊക്കെ കണ്ടപ്പോൾ കൂടെ പട്ടികളൊക്കെ ഇട്ട് ഓടിക്കുന്നുണ്ടായിരുന്നു അവനെ. ഇല്ലേ ഒരു രസം എന്താണെന്ന് വെച്ചാലേ ഈ സാധാരണ നമ്മൾ ഗെയിമൊക്കെ എടുക്കുമ്പോഴത്തേക്കും പൊതുവേ ഇതിനെങ്ങനെ കീ നിൽക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണിക്കും, ഒരു ട്യൂട്ടോറിയൽ പോലെ. ഈ സാധനത്തിൽ അതൊന്നും ഞാൻ കണ്ടില്ല. അയ്യ സൗണ്ട് ഉണ്ടാക്കി. അത് പണിയാവും. എസ്കേപ്പ്. ചിലപ്പോൾ എൻ്റെ എന്താ പറയുക ഈ ഗെയിം പ്ലേയുടെ സൗണ്ടിൽ ചെറിയ എന്താ പറയുക ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇതും കേട്ടെന്ന് വരും. കാരണം വെച്ചാൽ ഞാനിത് കഴിഞ്ഞ ദിവസം ഡീബ്ലൂട്ട് ചെയ്തു, ഒരു കസ്റ്റം വോയിസ് ഒക്കെ കയറ്റി. അപ്പം എന്താ പറയുക എനിക്ക് തോന്നുന്നു സൗണ്ട് ഡ്രൈവറിലൊക്കെ എന്തോ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷേ അതങ്ങ് എന്തോ ഇഷ്യൂസ്, വേറെ ഹാങ്ങോ കാര്യങ്ങളൊന്നുമില്ല. കസ്റ്റം വോയിസ് ആയതുകൊണ്ട് കുറേ കൂടെ എന്താ പറയുക ഡീബ്ലൂട്ട് ചെയ്ത് കുറേ കൂടെ സ്ട്രിപ്പ് ഡൗൺ ആക്കി കുറേ ഇങ്ങോട്ട് എന്താ പറയുന്നത് പീസ് സ്മൂത്ത് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞൊരു വിഷയമാണ് സൗണ്ടിൻ്റെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. നോക്കണം അതിനെ. ഇനി ഇനി എന്തോ ചെയ്യുക. അത് ശരി, ഞാനത് ചാടത്തില്ല. ഇതൊക്കെ ലിംബോയിലും അരകുറ ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിനി ബ്രെയിൻ സ്റ്റോം ചെയ്യിപ്പിക്കുമാരും എന്താ ചെയ്യുവനെ. ഈ ഫ്രിഡ്ജിലോ വല്ല കളിയുണ്ടോ? കാര്യം പറഞ്ഞ എന്തെങ്കിലും ഇവിടെ ഇട്ടിട്ടായിരുന്നെങ്കിൽ നമുക്കത് ചവിട്ടി കയറാൻ. എന്തായാലും ഇപ്പം ഇതിൻ്റെ മണ്ട ചാടി കയറത്തില്ലാണ്. അതേ ഇവൻ്റെ മാക്സിമം ഹൈറ്റ് ഇത്രയുള്ള ജമ്പിൽ. അപ്പം അതിൽ കാര്യമില്ല. അപ്പം അതിനെ പിടിച്ച് വലിച്ചോണ്ട് പോകാനാണെങ്കിൽ
ആ ആ, ആ. ഓ ഐക്യം പോവാണേ. എന്തൊക്കെ പരിപാടികളാന്നൊക്കെ. ഇവിടെ നമ്മുടെ ആ മൂവ്മെൻറ്റ് കഴിയുമ്പോൾ മാത്രമേ ആ ഡയറക്ഷനിലുള്ള അവിടെ മൂവ്മെൻറ്റ്സ് ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോൾ അവിടെ അത്ര നേരം അണാ നിൽക്കുകയാണെന്നുണ്ട് ആ ട്രക്ക് നീങ്ങത്തില്ല. നമ്മളെന്നിട്ട് ആരെയെ മാത്രമേ ട്രക്ക് നീങ്ങി പോകത്തുള്ളൂ. ഒരു പട്ടിയും ഒരു ഗാർഡൊക്കെ ഉണ്ട് അവിടെ. എല്ലാം പോകും. പട്ടിയൊക്കെ അതിൻ്റെയൊക്കെ ഓടിക്കുന്നു അതിനകത്ത്. ആ ഗെയിമിൽ ദൂരെ പട്ടിയൊന്നും നമ്മളെ തുരത്തിയില്ല എന്താണെങ്കിലും. അപ്പോൾ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു സീൻ അത് കുറേ ലെവലുകൾക്ക് ശേഷമായിരിക്കും ഇതാണ്. അതൊരു കുറച്ചുകൂടി ഹൊറർ ടൈപ്പ് സീനായിരുന്നു അത്. എന്ത് ചെയ്യും, ഇത് കാണാനും പറ്റുന്നില്ല. അതാണ് രസം. എനിക്കിഷ്ടമായിട്ട് ഇങ്ങനെ ഈ ബ്ലാക്ക് ടൈപ്പിൽ ഇങ്ങനെ ഗെയിം ഇറക്കുന്നത്. ഇച്ചിരി നമുക്ക് കാണാൻ പറ്റണ്ടേ. ഇതെന്ത് മലയാണോ മരക്കൊമ്പാണോ എന്തോ കിടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നമ്മൾ ആ ഫ്രിഡ്ജ് വലിച്ചിട്ടാണൊക്കെ എന്തേലും മരം എന്തേലും ഇത് നോക്കാം നോക്കിയോക്കാം. അത് തന്നെ എനിക്ക് തോന്നിയായിരുന്നു. ഇത് മിക്കവാറും ഇത് തന്നെയായിരിക്കണം. ഇവനൊരു എന്താ പറയുന്നൊരു ചതന്നേന്ന് പറഞ്ഞാൽ നടക്കുന്നൊരുത്തൻ. അത് ചെയ്തു. വെള്ളമാകുമ്പം അവള് ഡയറ്റ് കളിച്ച് ഇപ്പം വരണ്ടു. യു പറ്റില്ലേ പറ്റി ഓടാ ഓടാ ഓടാ. എന്ത് പട്ടിടാ എൻ്റെ പാവണ്ട. ജസ്റ്റ് മിസ്സായിരുന്നത്. ഓ ഇത്ര ഞാനോ വലിയെന്തോ കോഴിയാ. ഇത് കാര്യം പറഞ്ഞാൽ രസമാണ്. പക്ഷേ ഉണ്ടല്ലോ ഇവനെ എന്തെങ്കിലും ഒരു ആയുധം കൂടെ കണ്ട രസപ്പെരുന്നു. ഒരു തോക്കോ വടിയോ കോടാലിയോ എന്തേലുമൊക്കെ കുറച്ചുകൂടെ വൈബായിരുന്നു തന്നെ. മരം വഴിയപ്പോൾ സ്പീഡ് കൂട്ടിയില്ലോ. ഞാൻ സ്പീഡ് കൂട്ടിയതല്ല, ഇവന് ഓട്ടത്തിൽ സ്പീഡ് കൂട്ടി. അമ്മര എന്തോ ഈ ആനക്കെട്ടൊക്കെ വെടിവെക്കുന്ന സാധനം ഉണ്ടല്ലോ. മയക്കുന്നേ ആയിട്ടല്ലേ വെടിവെച്ചേ. ഇവിടെ എന്തോ ഐക്യു കഴിച്ചിറക്കാം. എന്ത് ചെയ്യണമെന്നാ പറയുന്നത്. നമ്മളിപ്പം പോവാ. അത് അവൻ്റെ അടുത്തില്ല. ചോദിച്ചു പോടാ പോടാ. ആണ്ടതേ വീണ്ടും ഇതെന്താ. തിരിച്ചു പോന്നിട്ട് കാര്യമില്ല. മനസ്സിലായി. എന്തായാലും മുമ്പോട്ടേ ഉള്ളൂ. എന്താ ഗുഹയോ? ഓ സെറ്റ് 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 സെറ്റ്. ഇത് ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ടോട്ടലി ഇങ്ങനെ ഒരു ഡൗഡ് രീതി ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. പെട്ടെന്ന് ഒക്കത്തില്ല. ഇതിനകത്ത് അങ്ങോട്ട് ആടെ വരെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ നല്ല സോഫ്റ്റ്വെയർ വാങ്ങിയെന്ന് പറയണം കേട്ടോ. എൻ്റെ ഡ്രൈവർ ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്ട്രിപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ഡീപ്ലോട്ടൊക്കെ ഞാൻ ചെയ്ത് കുറേ സാധനങ്ങൾ വന്ന് കമ്പ്യൂട്ടർ ശരിക്കും ഇപ്പോൾ ഫ്രീ ആയി.
എന്താ പറയുക, ഇപ്പം എൻ്റെ മെമ്മറി സാധാരണ ഇപ്പം ഐഡിയൽ യൂസ് ചെയ്യുന്നത് വെറും 2 GB യൂസ് ചെയ്യുന്നുള്ളൂ റാം. അതിന് മാത്രം യൂസ് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ എന്താ സൗണ്ടിൻ്റെ ഇഷ്യൂസ്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് ഗെയിമൊക്കെ ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്കും വരുന്ന ഗെയിം പ്ലേയുടെ ഇന്ന് വരുന്ന സൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. അതെനിക്ക് തോന്നണോ എന്താ പറയുക, അതുപോലെ കംപ്രസ്ഡ് ആയിട്ടാണല്ലോ ഇപ്പോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും. ഇതാണെങ്കിലും ഒന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുവേ. ആരോ ആ കാറിൽ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയണേ? നേരെ അങ്ങോട്ടേക്ക് പോയി എന്നെ കറക്റ്റ് ആ വണ്ടിയുടെ മുമ്പിൽ ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ തരാം, അവൻ നമ്മൾ കാണും. ആ നമ്മളതിൽ കാണേണ്ട വരുന്നു. അവൻ തെറ്റിട്ടോ വരുന്നത്. എന്നിട്ട് ഒന്ന് വീണവൻ ഇത് ഏറ്റുപോളെ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ? മുക്കിക്കൊല്ലുന്നോ? എന്നത്തിലിരിക്കുന്നു മുട്ടായിരിക്കുന്നോളാ. മുട്ടേരി ഓടാ വീഴല്ലെന്ന്. ഇതെന്ത് കഷ്ടം! നിന്നാൽ അവൻ കൊല്ലും, ഓടിയാൽ അവൻ കൊല്ലും. കുത്തിരിപ്പിന് ഒരു കുഴവുമില്ല. എന്തോ ഐക്യു കളി ഇറക്കണം അവിടെ. എടാ പോടാ എപ്പോടാ ഈ ചെറുക്കനെ കൊണ്ടു രക്ഷയില്ലല്ലോ. പറ്റത്തില്ലേ, പണിക്ക് നിൽക്കരുത്. ഓടെ പോകടാ സത്യം പിടിച്ചവനെ. അതിൻ്റെ ഇടയ്ക്ക് സൗണ്ട് ബ്രേക്കായി. ഇപ്പം എൻ്റെ ഒരു കോൺസെൻട്രേഷൻ അങ്ങ് പോയി. അതാ ഞാനൊരു പ്ലാൻ നോക്കട്ടെ. ഒരു പ്ലാൻ ഉണ്ട്, മേ ബി വർക്കൗട്ടോ. എന്താ ഇപ്പം എന്താണ് നമ്മൾ വീഡിയോ കത്തെ? ഇപ്പോൾ എവിടെയാ കറക്റ്റ് പിടിക്കാം പൊട്ടന്മാരെ. അത് പറഞ്ഞു തീർന്നില്ല. അമ്മാര് ചാടത്തില്ലെന്ന് എനിക്കങ്ങനെ. അത്രയും പൊക്കമുള്ള വണ്ടിയുടെ മണ്ട. അയ്യോ അത് ഞാൻ ഒട്ടും പ്രതീക്ഷയിലായിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡായിരുന്നു. അപ്പം അതിനർത്ഥം വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഓടു ഇവിടെ വീഴാൻ പോകുന്നതാണ് കാര്യം വരുന്നൊരു കാര്യം. വെയിറ്റ് കരോ. പോള ഇവന് സ്ലോ ആക്കുന്നെന്തിന്? ആണ്ടേ പിടിച്ച് ആണ്ടാ ഇത് ചത്തും പോകും സാധനം. അവിടെ അമ്മമാരുണ്ടായിട്ട് ഇതെന്തോ പണ്ടാരാണ് ഇത്. വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ലൈഫെങ്കിലും കാണിക്കാനുള്ള ഐറ്റം വേണ്ടേ? ഇതൊന്നും ഇല്ല. ഇത് നമ്മളെങ്ങനെ അറിയാം ചാവൂല്ലേ ഒന്ന്? അവിടെ പൊക്കത്ത് 2 അമ്മമാർ ലൈറ്റ് ഒഴിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ വേണമായിരിക്കണം പോകുന്നത് അല്ലേ? അതിനതായതാ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ തന്നെ നമുക്ക് പോകണം. ഇല്ലേ അമ്മമാർ നമ്മളെ പടവാക്കും. പക്ഷെ ഈ വീടിന് വിളിച്ചവൻ ചത്തുപോയി ചിലപ്പേ വെള്ളത്തിൻ്റെ പൊക്കത്ത്. അതെ അമ്മമാർ വണ്ടി എടുത്തോണ്ട് പോവാ.
പിന്നെ പന്നിയും നിൽക്കാനൊന്നും പറ്റത്തില്ല. നിന്ന് കഴിഞ്ഞാൽ പട്ടി എളുപ്പം വരും എവിടെ നേരമൊക്കെ. അയ്യോ ഞാൻ പേടിച്ചു കേട്ടോ. ആദ്യം ആ പട്ടി വന്നപ്പോൾ മുന്നേ ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ലത്. ചെറുപ്പം മലയുടെ നനഞ്ഞ ഡ്രസ്സ് കിട്ടുകൊണ്ടൊക്കെ നടക്കണേ. ആളെ പനിയായിരിക്കും. കൊള്ളാലോ. ഇതിനകത്തോടെ ഇപ്പോൾ പട്ടി വേണോ? അല്ല ഇതിൽ ട്രാപ്പ് വേണം. എന്താ ജീവികൾ? കോഴിക്കുഞ്ഞാ? ഞാൻ ആദ്യം എടുത്ത സാധനങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ പോകണമായിരിക്കും. ഇത് അറ്റാക്ക് ചെയ്യാനൊന്നുമല്ല. ഇതിനാണായിട്ട്. അപ്പം നമുക്ക് ഗെയിം ഇവിടെ വെച്ച് ഞാൻ നിർത്താം കേട്ടോ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒത്തിരി ലെങ്തി ആയിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ യൂട്യൂബിലെ ആൾക്കാരിലേക്ക് എത്തിക്കുമോ എനിക്കറിയാൻ പാടില്ല. അപ്പോൾ പാർട്ട് 1 നമുക്ക് അങ്ങനെ നിർത്താം. പാർട്ട് 1 ഇവിടെ വരെ. നിങ്ങൾ ആൾക്കാരൊക്കെ ഇത് കാണുവാണെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടലുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പാർട്ട് 2 ഞാൻ ഇറങ്ങും. അല്ലെങ്കിൽ 2 ഞാൻ പാർട്ട് 2 കൂടി ഒരു പാർട്ട് 5 വരെ ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞേ ഞാൻ തോറ്റുള്ളൂ. അതുവരെ നമ്മൾ വിടാതെ പിടിക്കും. തോക്കത്തില്ല, അങ്ങനെയൊന്നും തോക്കത്തില്ല. ഇതിൽ നടന്നില്ലെങ്കിൽ അടുത്ത് ഗെയിം കിട്ടുമ്പോൾ വരും. ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ ഗെയിം സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ പറയട്ടാ. ഇതിപ്പം എന്താ പറയുക, പലർക്കും ഇൻസൈഡ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പേഴ്സണലി കുഴപ്പമില്ല. നല്ല രസമുണ്ട് കളിച്ചുകൊണ്ടിരിക്കാനൊക്കെ. കാണാനും എല്ലാം ഗെയിം പ്ലേ എല്ലാം കാണാനാണെങ്കിൽ പോലും രസമൊക്കെ ഇല്ലേ. ഇപ്പം എന്താണെങ്കിലും നിങ്ങൾ നോക്ക്. എനിക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അല്ല ഇനി വേറെ ഏതെങ്കിലും ഗെയിം വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തേരെ. നമുക്ക് അതായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.